കല്യാണാദ്ഭുതഗാത്രായ കാമിതാർത്ഥപ്രദായിനേ ശ്രീമദ്വേങ്കടനാഥായ ശ്രീനിവാസായ തേ നമഃ. ബ്രഹ്മരുദ്രാദിവന്ദ്യം ത്വാം ഭജേ വെങ്കടനായകം. നിവാരയ അനിഷ്ടാനി സാധയേഷ്ടാനി മാധവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദശമി ദിവസം. ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ കലിയുഗ അവതാരം എന്ന് കണക്കാക്കുന്ന വെങ്കടാചലപതിയുടെ വെങ്കടം എന്ന് പറയുന്ന പർവ്വതത്തിൽ വസിച്ചുകൊണ്ട് നമ്മളൊക്കെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീനിവാസൻ എന്ന പേരോടുകൂടിയ, ബാലാജി എന്ന പേരോടുകൂടിയ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായ വെങ്കടാചലപതി ഭഗവാന്റെ വിവാഹം പത്മാവതി ദേവിയുമായിട്ട് നടന്ന ദിവസമാണ് ഇന്ന്. ലക്ഷ്മി സമേതനായ ഭഗവാൻ മഹാവിഷ്ണു കലിയുഗത്തിലെ ജനങ്ങളെയൊക്കെ തങ്ങളുടെ ദർശനം നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശ്രീ വെങ്കടം എന്ന് പറയുന്ന പർവ്വതത്തിൽ വന്ന് വസിക്കുന്നു. ആ ഒരു അതിനു വേണ്ടുന്നതായിട്ടുള്ള ഒരു രംഗം ഇതാ ധാരാളം പുരാണങ്ങളിൽ ഉണ്ടെങ്കിലും ഭവിഷ്യോത്തര പുരാണം എന്ന് പറയുന്ന പുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. വേങ്കട്ടം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, സ്മരണമാത്രയിൽ തന്നെ അല്ലെങ്കിൽ സ്പർശമാത്രയിൽ തന്നെ എല്ലാ പാപങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന പുണ്യക്ഷേത്രം, പുണ്യമായ പർവ്വതം എന്ന് തന്നെയാണ് അർത്ഥം. അവിടേക്ക് ഭഗവാൻ എഴുന്നള്ളി. അതിൻ്റെ കാരണം പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിലൊക്കെ നമ്മൾ ദശമസ്കന്ധത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൃഗുപരീക്ഷ എന്ന് പറയുന്ന ഒരു ഭാഗം. ഏത് ഭഗവാനെയാണ് പൂജിക്കേണ്ടത്, ഏത് ഭഗവാനാണ് സാത്വികമായിട്ട് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അനുഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു പരീക്ഷ നടത്തുന്നതിന് വേണ്ടി സൂത പൗരാണികൻ മുതലായ ശൗനകാദി ഋഷീശ്വരന്മാരും എല്ലാവരും ചേർന്ന് ശ്രേഷ്ഠനായ മഹാനായ ഭൃഗു മഹർഷിയെ ഏൽപ്പിച്ചു എന്നും നേരെ ബ്രഹ്മലോകത്തിൽ പോയി ബ്രഹ്മാവിന് വേണ്ടത്ര പാകതയില്ല എന്നറിഞ്ഞു. സമത്വഭാവം എന്നുള്ളത് വേണ്ടത്ര രീതിയിൽ ബ്രഹ്മദേവൻ ഇല്ല എന്നറിഞ്ഞു. അപ്പോൾ തന്നെ മകനാണ് ഭൃഗുദേവൻ, ഭൃഗു മഹർഷി, എങ്കിൽ പോലും ബ്രഹ്മദേവനെ ശപിച്ചു ഭൃഗു മഹർഷി. കലിയുഗത്തില് ബ്രഹ്മദേവന് ആരാധന ഇല്ലാതായി പോകട്ടെ. ബ്രഹ്മദേവൻ അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളോ ആരാധനകളോ ഒന്നും തന്നെ സാധാരണ രീതിയിൽ കലികാലത്ത് ഇല്ല, ഭൂമിയിലില്ല. പിന്നീട് ശിവലോകത്ത് കൈലാസത്തിൽ ചെന്ന സഹോദരനാണ് ഭാഗവതത്തിൽ പറഞ്ഞതുപോലെ മഹാദേവൻ ഭൃഗുവിനെ സ്വീകരിക്കുവാനായിട്ട് ആശ്ലേഷം ചെയ്യുന്നതിന് വേണ്ടി ഓടി വന്നപ്പോൾ ഭൃഗു മഹർഷി പറഞ്ഞു, അത്രേ, അങ്ങേക്ക് സ്നാനാദി കർമ്മങ്ങളൊന്നും തന്നെയില്ല, അതുകൊണ്ട് അകന്നു നിൽക്കൂ എന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ട് ശൂലമെടുത്തുകൊണ്ട് ഭൃഗുവിനെ വധിക്കുവാനായിട്ട് പുറപ്പെട്ടു എന്ന് ഭാഗവതത്തിൽ കേൾക്കാം. അപ്പോഴും മനസ്സിലായി, ഇതാ ഈ മഹാദേവന് അത്രയധികം സമത്വഭാവം എന്നുള്ളത്, ദ്വന്ദ്വഭാവമില്ലായ്മ എന്നുള്ളത് വേണ്ടത്ര രീതിയിൽ വന്നിട്ടില്ല. സദ്യോ ആശുതോഷനാണ് ഭഗവാൻ, ഒക്കെ ശരി തന്നെ, എങ്കിൽ പോലും സമദൃക് ഭാവന ഇല്ല എന്ന് കണ്ട ഭാഗവതത്തിൽ പറയുന്നതിന് കുറച്ചുകൂടി വിപരീതമായിട്ട് ഇവിടെ പറയുന്നു. മഹാദേവന് കലികാലത്ത്
ലിംഗരൂപത്തിലാണ് ആരാധിക്കുക. അങ്ങനെ ശിവലിംഗ രൂപത്തില് മഹാദേവനെ പൂജിക്കുവാനായിട്ട് ഇടവരുന്നു കലിയുഗത്തില്. പിന്നീടാണ് വൈകുണ്ഠലോകത്തിലെത്തി. കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു. ഭൃഗു മഹർഷിയെ സ്വീകരിക്കുവാനായിട്ട് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ അനന്ത പത്മനാഭനായിട്ട് അനന്തശായിയായിട്ട് കിടക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് ഓടിച്ചെന്ന് ദേഷ്യത്തോടുകൂടി ഭൃഗു മഹർഷി ഇടത് വക്ഷസ്ഥലത്തിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് പറയുന്നു. ഭഗവാനാകട്ടെ അത് ഒരു അലങ്കാരമാക്കി മാറ്റി. ശ്രീവത്സം എന്ന് മറുപോടുകൂടി ആണ് ഭഗവാൻ പിന്നീട് അറിയപ്പെട്ടത് തന്നെ. ഭഗവാൻ മഹാവിഷ്ണു ചാടി എഴുന്നേറ്റ് ഭൃഗു മഹർഷിയെ സ്വീകരിച്ചു, കാല് പിടിച്ച് പാദ്യം കൊടുത്തു എന്ന് മാത്രമല്ല, അങ്ങയെ പോലെയുള്ള മഹാന്മാരൊക്കെ ഞങ്ങളുടെ ഗ്രഹത്തില് എഴുന്നള്ളിയത് മഹാഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഭൃഗു മഹർഷിയെ ആരാധിച്ചു, ബ്രാഹ്മണ പൂജ ചെയ്തു. ഇതോടുകൂടി സന്തുഷ്ടനായ ഭൃഗു മഹർഷി വിധി എഴുതി കലികാലത്ത് എന്ന് മാത്രമല്ല എപ്പോഴും പൂജിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ്. സാത്വിക ഭാവത്തോടുകൂടിയുള്ള ഭഗവാന്റെ സാത്വിക ഭാവമാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിനെ തന്നെയാണ് പൂജിക്കേണ്ടത്. എല്ലാത്തിലും സമത്വഭാവത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ഭഗവാനാണ് എന്നാൽ പോലും ബഹുമാനത്തോടുകൂടി ഉള്ള ഭഗവാന്റെ ആ പെരുമാറ്റം കണ്ട് ഭൃഗു മഹർഷിക്ക് സന്തോഷമായി നേരെ നൈമിഷാരണ്യത്തിൽ പോയി ഋഷീശ്വരന്മാരോടൊക്കെ പറഞ്ഞു, ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് പൂജിക്കപ്പെടേണ്ടത്. ഇത്രയുമാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഭവിഷ്യോത്തര പുരാണത്തിലും വരാഹ പുരാണത്തിലും ഒക്കെ കുറച്ചുകൂടി കടന്നു പറയുന്നു. പിന്നീട് മഹാലക്ഷ്മിയുടെ വാസസ്ഥലമാണ് ഭഗവാന്റെ വക്ഷസ്ഥലം. അവിടേക്ക് ഭൃഗു മഹർഷി വന്ന് ചവിട്ടി. ഇതോടുകൂടി ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വന്നത്ര. ഒരിക്കലും പിരിയുവാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആളാണ് മഹാലക്ഷ്മി ദേവി. ഭഗവാനുമായിട്ട് വൈകുണ്ഠലോകത്തു നിന്നും ഒരു നിമിഷം പോലും പിരിയുവാനായിട്ട് ആഗ്രഹിക്കാത്തവളാണ് ലക്ഷ്മി ദേവി. എങ്കിൽ പോലും ഇവിടെ ലക്ഷ്മി ദേവി ക്രുദ്ധയായിക്കൊണ്ട് വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഇത് വിചിത്രമായിട്ട് തോന്നാം, പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ ലീലകൾ എന്നേ ഉള്ളൂ. ഭഗവാന് ഭക്തന്മാരെ കണ്ടുകൊണ്ട് അനുഗ്രഹിക്കണം. അതിനിതാ ആദ്യമായിട്ട് ലക്ഷ്മി ദേവിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്ന് മാത്രമേ കരുതേണ്ടതുള്ളൂ. അന്ന് കുചേലനെ അനുഗ്രഹിക്കുവാനായിട്ട് ലക്ഷ്മി ദേവി ഒന്ന് പോയിരുന്നെങ്കിൽ കുചേലൻ ഇത്രയധികം ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അത് എടുത്തു കാണാവുന്നതാണ്. അതുപോലെ ആകരുത്. ഭഗവാന്റെ ഇച്ഛ എന്താണോ അത് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ കർത്തവ്യം. ഭരതൻ അങ്ങനെയായിരുന്നല്ലോ. ലക്ഷ്മണൻ എപ്പോഴും ശ്രീരാമചന്ദ്രപ്രഭുവിനെ ജ്യേഷ്ഠനെ പിരിഞ്ഞിരിക്കില്ല എന്ന് എപ്പോഴും കൂടെ നടന്നു. എന്നാൽ ഭഗവാന്റെ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ ഇംഗിതം എന്താണോ, താൻ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക. അതിൽ ചിലപ്പോൾ സങ്കടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാലും കുറച്ചുകൂടി കൂടുതൽ മേന്മ ഭരതനാണ് എന്ന് തോന്നിപ്പോകും. അതുപോലെയാണ് ഭഗവാനിൽ നിന്ന് കുറച്ചകന്നാലും വേണ്ടില്ല, ഭഗവാന്റെ ഇംഗിതം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതേ ചെയ്തിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി ഏതായാലും ക്രുദ്ധയായിക്കൊണ്ട് ഭൂമിയിലേക്ക് പുറപ്പെട്ടു, മറഞ്ഞു അവിടെ നിന്ന്. അതിലേറെ വിചിത്രം, മഹാവിഷ്ണു ഇതിൽ സങ്കടപ്പെട്ടു അത്ര. ഭാര്യയെ പിരിഞ്ഞു എന്നുള്ളത് കണ്ട് ലക്ഷ്മി ദേവിയെ അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഭഗവാനും പുറപ്പെട്ടു. ധാരാളം സ്ഥലങ്ങളിൽ ലക്ഷ്മി ദേവി അന്വേഷിച്ചു നടന്നത്ര. വിചിത്രമായ അത്ഭുതകരമായ ലീലകൾ ഭഗവാന്റെ. ഭൂമിയിൽ ഓരോ സ്ഥലത്തും അന്വേഷിച്ച് ദക്ഷിണ ഭാരതദേശത്തിലുള്ള ചോള ദേശം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തപ്പെട്ടു.
ഭഗവാൻ ലക്ഷ്മീദേവി അന്വേഷിച്ചുകൊണ്ട് ഊണും ഉറക്കമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ട് ബ്രഹ്മദേവനും മഹാദേവനും അതിൽ ആധി പൂണ്ടുകൊണ്ട് ബ്രഹ്മദേവൻ ഒരു പശുവിൻ്റെയും മഹാദേവൻ ഒരു കിടാവിൻ്റെയും രൂപമെടുത്തുകൊണ്ട് ആ ചോളദേശത്തെ രാജാവിൻ്റെ തൊഴുത്തിൽ എത്തപ്പെട്ടു. ധാരാളം പശുക്കളുടെ കൂടെ ഈ ബ്രഹ്മദേവനും ശിവനുമാകുന്ന പശുവും പശുക്കിടാവും സഞ്ചരിച്ച് ഒടുവിൽ ഭഗവാനെ കണ്ടെത്തി എന്ന് മാത്രമല്ല, വിശന്നിരിക്കുന്ന ധ്യാനനിമഗ്നനായിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മീദേവിയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെ കണ്ട് ഭഗവാന് വിശപ്പെടുക്കുന്നതിന് വേണ്ടി പാല് ചുരുത്തി കൊടുത്തു അത്ര. അങ്ങനെ നിരന്തരം എല്ലാ ദിവസവും പാല് കിട്ടാണ്ട് വന്നപ്പോൾ ഈ പ്രത്യേക പശുവിന് മാത്രം കറവയിൽ പാല് കിട്ടുന്നില്ല എന്നറിഞ്ഞ് ആ ഇടയൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പശുവിനെ വെട്ടുവാനായിട്ട് കോടാലി കൊണ്ട് വെട്ടുവാനായിട്ട് ആഞ്ഞ് ഭാവിച്ചപ്പോൾ താഴെ മൺപുറ്റില് ധ്യാനനിമഗ്നനായിക്കൊണ്ടിരിക്കുന്ന ആ ശ്രീനിവാസൻ മഹാവിഷ്ണു അവിടെ നിന്ന് ചാടി പുറപ്പെട്ട്, ചിതൽപുറ്റിൽ നിന്ന് ചാടി പുറപ്പെട്ട് പശുവിനെ സംരക്ഷിക്കുന്നവനാണ് ഞാൻ, ഗോവിന്ദനാണ് എന്ന് വീണ്ടും തെളിയിച്ചു. പശുവിന് കൊള്ളേണ്ടുന്ന ആ കോടാലിയുടെ ആഘാതം ഭഗവാൻ നേരിട്ട് കൊണ്ടുവത്ര. ഭഗവാന്റെ നെറ്റി പിളർത്തിക്കൊണ്ട് ആ കോടാലി, ആ കുഠാരം, രക്തം ചാടി പുറപ്പെട്ടു. ഒടുവിൽ ഭഗവാൻ ആ ഇടയന് മോക്ഷം കൊടുത്തു. ഇടയൻ അപ്പം തന്നെ മോക്ഷം ലഭിച്ചു, ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായതുകൊണ്ട്. എന്നാൽ ഇതിനൊക്കെ ഉത്തരവാദി ആരാ എന്ന് വെച്ചാൽ ആ രാജ്യത്തെ രാജാവാണ്. ഒരു പശുവിനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവിടെ എത്തപ്പെട്ട ഒരു വിദേശി, ഇപ്പോൾ വിദേശിയായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്, അവരുടെ ക്ഷേമം നടത്തിക്കൊടുക്കേണ്ടെന്നുള്ള ചുമതല ആ രാജാവിനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം രാജാവിന് വന്നു. ഭഗവാൻ ശപിച്ചു അത്രേ രാജാവിനെ, ചോളദേശത്തെ രാജാവിനെ ശപിച്ചു, അങ്ങ് ഒരു പിശാചായിട്ട് മാറട്ടെ. പരിവാരസമേതം ഇതെല്ലാം അറിഞ്ഞ് ഓടി വന്ന രാജാവ് കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ശാപമോക്ഷം ലഭിക്കണേ എന്ന് യാചിച്ചപ്പോൾ ഭഗവാൻ ആ ചോളദേശത്തെ രാജാവിനെ അനുഗ്രഹിച്ചു. ഏതായാലും എൻ്റെ ശാപം ഫലിക്കുക തന്നെ ചെയ്യും. കുറച്ചു കാലത്തേക്ക് അങ്ങ് ഒരു പിശാചായിട്ട് നാട് മുഴുവനും സഞ്ചരിക്കുമാറാകട്ടെ. അതിനുശേഷം അങ്ങ് ആകാശരാജാവ്, ഈ ദേശത്തെ തന്നെ ആകാശരാജാവ്, ആകാശൻ എന്ന പേരോടുകൂടി അങ്ങ് ജനിക്കുവാനായിട്ട് ഇടവരും. മാത്രമല്ല, ലക്ഷ്മീ ദേവിയുടെ അംശാവതാരമായ പത്മാവതി അങ്ങേക്ക് മകളായിട്ട് പിറക്കും. ലക്ഷ്മീ ദേവി തന്നെ അങ്ങേക്ക് മകളായിട്ട് പിറക്കും, അങ്ങേക്ക് മകളായിട്ട് ലഭിക്കും എന്ന് അനുഗ്രഹിച്ചു. ആ ലക്ഷ്മീ ദേവിയെ എന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം, അതോടുകൂടി അങ്ങേക്ക് മോക്ഷം ലഭിക്കും. വലിയ ഒരു അനുഗ്രഹമായിട്ട് ഈ ചോളദേശത്തെ രാജാവ് അതിനെ കണ്ടുകൊണ്ട് ശിഷ്ടകാലം ഒരു പിശാചായി മാറി കുറച്ചു കാലം അങ്ങനെ നടന്നു എന്ന് പറയുന്നു. ഒടുവില് ബൃഹസ്പതി ദേവന്റെ അനുഗ്രഹം കൊണ്ട് മരുന്നൊക്കെ വെച്ച് ഏതായാലും ശ്രീനിവാസൻ അല്ലെങ്കിൽ മഹാവിഷ്ണു അവിടെ നിന്ന് സഞ്ചരിച്ചുകൊണ്ട് ഇതാ വെങ്കടാചലം എന്ന പേരോടുകൂടിയ ആ പർവ്വത ഭാഗത്തേക്ക് എത്തപ്പെടുന്നു. വരാഹസ്വാമിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. വരാഹസ്വാമിയുടെ അടുക്കിലേക്ക് അഭയം പ്രാപിക്കുന്നു. വരാഹസ്വാമി ഭൂമി സമേതനായിട്ട് നിലകൊള്ളുന്ന, കുടികൊള്ളുന്ന ആ ഭഗവാൻ ശ്രീനിവാസന് അഭയം നൽകി എന്ന് മാത്രമല്ല, ദേവന്മാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ബകുളാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ
വൃദ്ധയായ ഒരു സ്ത്രീ അവിടേക്ക് വന്ന് മാതൃഭാവത്തിൽ ശ്രീനിവാസനെ ഉപചരിക്കുവാനായിട്ട് പുറപ്പെട്ടു. അതിലും ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ്വാപരയുഗത്തിൽ യശോദാദേവിയുടെ അടുക്കലേക്ക് ഞാൻ തിരികെ വരും എന്ന് പറഞ്ഞ് കംസവധത്തിനായിട്ട് പുറപ്പെട്ടു പോയ ആളാണ് ശ്രീകൃഷ്ണൻ. അടുത്ത് തന്നെ ഞാൻ തിരികെ വരും എന്ന് പറഞ്ഞതാണ്. ആ വാക്ക് പിന്നീട് പാലിക്കുവാനായിട്ട് സാധിച്ചോ? പിന്നീട് മാതൃഭാവത്തിൽ നിലകൊള്ളുവാൻ യശോദാദേവിക്ക് സാധിച്ചതേയില്ല. തൻ്റെ മകനല്ല എന്നറിഞ്ഞതോടുകൂടിയുണ്ടായ ആ സങ്കടം. എന്നാൽ പുത്രനെ ലാളിച്ചുകൊണ്ടുള്ള ആ ജീവിതം ജീവിച്ച് തൃപ്തിയാകാതിരുന്ന ആളാണ് യശോദാദേവി. പിന്നീട് ഇതാ ബകുളാദേവി എന്ന പേരോടുകൂടി ജനിച്ച് ഭഗവാനെ പുത്രഭാവത്തിൽ കാണുവാനായിട്ട്, സംരക്ഷിക്കുവാനായിട്ട്, അമ്മയായിട്ട് നിലകൊള്ളുവാനൊക്കെ സാധിച്ചു എന്ന് പറയുന്നു. കൂടുതൽ കഥകൾ പറയാനില്ല. പിന്നീട് ഈ ചോളദേശത്തെ രാജാവ് പിശാചായി മാറി എന്ന് പറഞ്ഞുവല്ലോ. അതിനുശേഷം അടുത്ത ജന്മത്തിൽ ആകാശൻ എന്ന പേരോടുകൂടി രാജാവായിട്ട് ജനിച്ചു. ഇളയ സഹോദരൻ തോണ്ടമാൻ. അദ്ദേഹത്തിന് ഭാര്യ ധരണീദേവി. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നുള്ള ദുഃഖം ഉണ്ടായിരുന്നു. ഋത്വിക്കുകളുടെയൊക്കെ നിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തി. ഒടുവിൽ യാഗശാല ഉഴുതുമറിക്കുക എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. സാക്ഷാൽ രാജാവ് തന്നെ കാളകളെ വെച്ചുകൊണ്ട് കലപ്പയും കെട്ടി ആ യാഗശാല പൊളിച്ചു മാറ്റി ഉഴുതുമറിക്കുമ്പോൾ ആ കലപ്പ ഒരു പെട്ടിയിൽ തട്ടിക്കൊണ്ട് ശബ്ദമുണ്ടായി. പെട്ടി പുറത്തേക്കെടുത്തു. പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിമനോഹരമായ സഹസ്രതലത്തോടു കൂടിയ ഒരു താമര. ആ താമരയുടെ മുകളിൽ കൊച്ച് ഒരു പെൺകുട്ടി. അങ്ങനെ ആ പെൺകുട്ടിയെ ഇവര് മകളായിട്ട് സ്വീകരിച്ചു. ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. പത്മത്തിലുണ്ടായവൾ എന്നുള്ളത് കൊണ്ട് പത്മാവതി എന്ന പേരോടുകൂടി ഈ കുട്ടിയെ അവര് വളർത്തിക്കൊണ്ടുവന്നു. പത്മാവതി വളർന്നു വരുന്നു. അതോടൊപ്പം ഇവിടെ ശ്രീനിവാസൻ ലക്ഷ്മി ദേവിയുടെ അവതാരമായ പത്മാദേവിയുമായിട്ടുള്ള സമാഗമത്തിന് കാത്തുകൊണ്ട് നിൽക്കുന്നു. പത്മാവതി വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഉദ്യാനത്തിൽ ക്രീഡിക്കുവാനായിട്ട്, കളിക്കുവാനായിട്ട് കൂട്ടുകാരികളോടുകൂടി പുറപ്പെട്ട ഒരു നിമിഷം, ഒരു സന്ദർഭത്തിൽ ഭഗവാൻ തന്നെ ഒരു കാട്ടാനയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഒന്ന് ഭയപ്പെടുത്തിയത്ര. ഇതില് ആ ആനയെ ഓടിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീനിവാസൻ ഒരു കുതിരപ്പുറത്ത് എഴുന്നള്ളി ആനയെ ഓടിച്ചു. പിന്നീട് ആ പത്മാവതിയും ശ്രീനിവാസനും തമ്മിലുള്ള സന്ദർശനവും സംഭാഷണവും അവിടെ നടക്കുന്നു. പത്മാവതിയെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് എന്ന് ശ്രീനിവാസൻ ആവശ്യപ്പെടുമ്പോൾ മായയിൽ പെട്ടുകിടക്കുന്ന പത്മാവതി ദേവി എൻ്റെ അച്ഛനെയാണ് സമീപിക്കേണ്ടത്, അല്ലാതെ എൻ്റെ അടുക്കൽ വന്നല്ല സംസാരിക്കേണ്ടത് എന്നുള്ള ഭാവത്തോടുകൂടി ശ്രീനിവാസനെ പറഞ്ഞയക്കുന്നെന്ന് മാത്രമല്ല, കൂട്ടുകാരികളുടെ പ്രേരണ കൊണ്ട് കല്ല് എടുത്ത് വലിച്ചെറിഞ്ഞ് ശ്രീനിവാസൻ സഞ്ചരിച്ചു വന്ന ആ കുതിരയെ കൊന്നുപോലും. ഒടുവിൽ ദുഃഖിതനായിക്കൊണ്ട് പത്മാവതിയെ ഏത് പ്രകാരമെങ്കിലും വിവാഹം കഴിക്കാതെ ഇനിയുള്ള ജീവിതം ദുഷ്കരമാണ് എന്നുള്ള ഒരു ഭാവത്തോടുകൂടി, ഒരു കാമുക ഭാവത്തോടുകൂടി ഭഗവാൻ ശ്രീനിവാസൻ ബകുളാദേവിയുടെ അടുക്കിലേക്ക് കാര്യങ്ങൾ പറയുന്നു. ബകുളാദേവി നേരെ
രാജകൊട്ടാരത്തിൽ ചെന്ന് ധരണീദേവിയുമായിട്ടൊക്കെ സംസാരിച്ച് അതിനു മുന്നേ ഭഗവാൻ തന്നെ ഒരു പുളിന്തിനി എന്ന് വെച്ചാൽ കൈരേഖാശാസ്ത്രം പറയുന്നവൾ എന്നുള്ള ഒരു വേഷം കെട്ടിക്കൊണ്ട് ഈ പത്മാവതിയുടെ വൃത്തങ്ങളൊക്കെ പത്മാവതി ആരാണ് എന്നും സാക്ഷാൽ പരമാത്മസ്വരൂപിയായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവളെ വിവാഹം കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്നു. തുടർന്ന് ശ്രീനിവാസനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നു ആകാശരാജാവ്. പിന്നീടാണ് വേറൊരു വിചിത്രമായ കാര്യം നടക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം മഹാവിഷ്ണുവിൽ നിന്ന് ഇല്ലാതായതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് വേണ്ടുന്നതായിട്ടുള്ള സമ്പത്ത്, നല്ല ചെലവുണ്ടല്ലോ, അത് ശ്രീനിവാസന്റെ പക്കലില്ലാത്ര. ലക്ഷ്മി ദേവി പിണങ്ങി കരവീരപുരത്ത് പോയി തപസ്സിരിക്കുകയാണ്. ഇപ്പോഴും കരവീരപുരം എന്ന് വെച്ചാൽ കോൽഹാപുരം, മഹാരാഷ്ട്രയിലെ കോലാപൂർ, അവിടെയാണ് ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ നിന്നന്ന് പുറപ്പെട്ട് തപസ്സിനായിട്ടിരുന്നത്. കലിയുഗം കഴിയുന്നതുവരെ കോലാപൂരിരുന്നു കൊണ്ട് ലക്ഷ്മി ദേവിയും വെങ്കടാചലത്തിലിരുന്നു കൊണ്ട് തിരുപ്പതി ഭഗവാനും ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഏതായാലും പണത്തിനു വേണ്ടി ആര്യെ സമീപിക്കുക, കുബേരനെ തന്നെ സമീപിക്കാം എന്നുള്ളൊരു നിർദ്ദേശം കേട്ട് കുബേരനോട് ധാരാളം സ്വത്തുക്കള് കടമായിട്ട് വാങ്ങിച്ചു. അത്ര പലിശ സഹിതം ഞാൻ വീട്ടിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുകൊണ്ടൊക്കെ, എന്തിനധികം പറയുന്നു, വേണ്ടുന്ന രീതിയിൽ വേണ്ടുന്ന സന്നാഹത്തോടുകൂടി ഭഗവാൻ പറഞ്ഞു അത്ര, എനിക്ക് ബന്ധുക്കൾ ആരുമില്ലല്ലോ. അപ്പോ ബ്രഹ്മദേവൻ ഭാര്യയായ സരസ്വതീ ദേവിയോട് ചേർന്ന് ഹംസവാഹനത്തിൽ പുറപ്പെട്ട് ഞങ്ങളുണ്ട് കൂടെ, വരന്റെ ഘോഷയാത്രയ്ക്കായിട്ട് ഞങ്ങളുണ്ട്, കാരണവന്മാരായിട്ട് ഞങ്ങളുണ്ട്, അങ്ങ് പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. മഹാദേവനും അതുപോലെ തന്നെ പരിവാരസമേതം ഗണപതി, സുബ്രഹ്മണ്യൻ അവരവരുടേതായ വാഹനങ്ങളിൽ കയറിക്കൊണ്ട് വലിയൊരു ഘോഷയാത്രയായിട്ട് ഇതാ ആ ആകാശരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വിവാഹത്തിനായിട്ട് പുറപ്പെടുന്നു എന്നാണ്. തുടർന്ന് അവരുടെ വിവാഹം വൈശാഖ മാസത്തിലെ ദശമി ദിവസം വൈകിട്ട്, വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് സമയത്ത് വിവാഹം ഗംഗേമമായിട്ട് നടന്നു എന്നാണ് പറയുന്നത്. ആ വിവാഹത്തിന് ശേഷം കുറച്ചു കാലം അവിടെ അവർ താമസിച്ചു. ഒടുവിൽ 6 മാസങ്ങൾക്ക് ശേഷം ഭഗവാൻ മഹാവിഷ്ണു വെങ്കടാചലത്തിൽ കയറി അവിടെ പ്രതിഷ്ഠിതനായിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനായിട്ട് ദർശനമരുളിക്കൊണ്ട് കഴിയുന്നു എന്നാണ് ഐതിഹ്യം. അതോടൊപ്പം ഈ കുബേരന് കൊടുക്കുവാനുള്ള ആ ധനം ഇപ്പോഴും നമ്മളെ പോലുള്ളവരൊക്കെ അവിടെ ആ തിരുപ്പതിയിൽ പോയി കൊണ്ടിടുന്ന ആ പണം അത് കുബേരന് കൊണ്ടു കൊടുക്കുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം. എത്ര കൊടുത്താലും അത് പലിശ പോലും ആകുന്നില്ല അത്ര, അങ്ങനെയാണ്. ഏതായാലും ഇന്നത്തെ ആ ദിവ്യമായ ദിവസം ഭഗവത് കഥകൾ പറയുവാനും സ്മരിക്കുവാനും ഒക്കെ സാധിച്ചു. 12 ദിവസങ്ങൾ അല്ലെങ്കിൽ 8 ദിവസങ്ങൾ ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദശമിക്ക് വിവാഹം വരുന്ന രീതിയിൽ സപ്താഹമായിട്ടൊക്കെ ഈ ഭാഗം പാരായണം ചെയ്യാറുണ്ട്. കുറച്ചേ ഉള്ളൂ, 14 അധ്യായങ്ങളൊക്കെ ഉള്ളൂ. സന്ധ്യാവേളകളിൽ ക്ഷേത്രങ്ങളിൽ പാരായണം ചെയ്യാറുണ്ട്. അത് ഇക്കൊല്ലവും അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് പാരായണം ചെയ്ത് ഭഗവാന്റെ വിവാഹം ആഘോഷപൂർവം, ദ്രവ്യങ്ങളെ കൊണ്ടല്ല മനസ്സുകൊണ്ട് ആഘോഷപൂർവം കൊണ്ടാടിക്കൊണ്ട് ഭഗവാൻ, തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഭഗവത് കഥകൾ ഇനിയും
പറയുവാനും കേൾക്കുവാനും എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നമസ്കാരം. ആ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. കന്യാവരണമുച്ചാര്യ ഗുരുസാക്ഷാൽ ബൃഹസ്പതിഃ അത്രിഗോത്രസമുദ്ഭൂതാം സുവർമസ്യ പ്രപൗത്രികാം സുശർമണശ്ച പൗത്രീം താം പുത്രീം ആകാശഭൂപതേ വാമാംഗീ കുരു ഗോവിന്ദ കന്യാം കമലലോചനാം ഏവമുക്തേ മഹാരാജ മധ്യേ രത്നാംബരം ദധത വസിഷ്ഠഃ പ്രപൗത്രസ്യ യയാതേശ്ച പൗത്രസ്യാമിത തേജസ ശൂരസേനസ്യ രാജേന്ദ്ര വസുദേവസ്യ ഭൂപതേ പുത്രസ്യ വെങ്കടേശസ്യ ഗോത്രേ വാസിഷ്ഠസംജ്ഞികേ ജാതസ്യാത്ര കുലോത്പന്നാം കന്യാം കനകഭൂഷിതാം ഗൃഹീഷ്യാമോ വയം രാജൻ തവ പുത്രീം നൃപോത്തമ കന്യാവരണമുച്ചാര്യ കന്യാദാനപരായണ പൂജയിത്വാ ജഗന്നാഥം ഗന്ധവസ്ത്രാനുലേപനേ കന്യാദാനം മയാ ദത്തം ഗ്രഹാണ പുരുഷോത്തമ മുനീനാം അഞ്ജലിപുടേ നാനാരത്നാക്ഷതാദതോ തേ വേദമന്ത്രേ ജഗദീശ ഭൂമൂർധ്നി മുക്താക്ഷതാ വേദവിധ പ്രസസ്രുതു തഥാ ഭഗവൽ തത്ര മഹീയോത്സവോ നൃപാകാശ രാജാലയ വാസിനാം ച വൈവാഹികം സമാപ്യാശു മാംഗല്യം പുത്ര സൂത്രബന്ധനം ശ്രീനിവാസേന ദേവേന കൃതവാൻ സ പുരോഹിതഃ സാവിത്രീ ഭവ കല്യാണി ബഹുപുത്രവതി ഭവ സർവലോകസ്യ ജനനി സർവമംഗലദായിനി ബ്രാഹ്മണാനാം കരസ്പർശാത് ആശീർവാദ പുരസ്സരം മാംഗല്യത്വം തുനാനേന ജഗജ്ജീവന ഹേതുന കണ്ഠേ ബധ്നാമി സുഭഗേ ചിരഞ്ജീവമയാ സഹ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇന്ദ്രമധുപർക്കപുരോഹിതഃ കങ്കണം ബന്ധയാമാസ വാസുദേവകരാംബുജേ കരാംഭോജേ പത്മവത്യാ കങ്കണം സൂത്രനിർമ്മിതം മുനിഭിർവേദവിദ്ഭിശ്ച ലാജാഹോമം പുരോഹിതഃ വസിഷ്ഠ കാരയാമാസ പത്മാവത്യാം ജലോസ്ഥിതാം യജുശാഖാക്രമേണൈവ ജുഹാവാഗ്നോ ജഗത്പതിഃ തസ്മിൻ കാലേ മഹാരാജ ദക്ഷിണാം ബ്രഹ്മവാദിനാം ഗവാം കോടിസഹസ്രാണി അശ്വാനാം അയുതം ദധാ
വസ്ത്രാണാം നിചയം രാജ വിപ്രേഭ്യോ ദത്തവാം പൃഥക് ഏവം മഹോത്സവസ്തത്ര സമഭൂത് ദശമീ ദിനേ രത്നപീഠേ പ്രതിഷ്ഠാപ്യ ഭോജനാർത്ഥം വൃഷാഗപിം പത്മവത്യാ ച സഹിതം ഭോജനേ ച പൃഥക് സ്ഥിതം അന്നം ബഹുവിധം സൂപ രസഭക്ഷ്യ സമന്വിതം പരിവേഷം തതശ്ചക്രു സർവേഷാം ച പൃഥക് പൃഥക് പുരോഹിതേന സഹിതോ പുത്രപൗത്രാദിഭിർവൃത ഭോജനം കൃതവാൻ കൃഷ്ണ പത്മവത്യാ സമന്വിതഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീമഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.